ഹേ ഗായ്സ്, അപ്പം ഇന്ന് എനിക്ക് ഓഫുള്ളൊരു ദിവസമാണ്. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് തലശ്ശേരി വരെ പോയേക്കാന്ന് വിചാരിച്ചു. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പൊരിച്ച കോയിന്റെ മണം വന്നതുകൊണ്ട് തലശ്ശേരി ബിരിയാണി ട്രൈ ആക്കാൻ വേണ്ടി നേരെ രാരാവിസിലേക്ക് പോയി. ബിരിയാണിയും കഴിച്ച് കുമ്പം നിറച്ചുകൊണ്ട് നേരെ പോയിട്ട് തലശ്ശേരിയുടെ മൊഞ്ച് കാട്ടുന്ന കടൽപ്പാലത്തിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ തട്ടത്തിമരത്തിന്റെ ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ഇതിന്റെ എൻഡ് വരെ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. ഇതിന്റെ അടിയൊക്കെ ആണെങ്കിൽ തുരുമ്പെടുത്ത് വല്ലാണ്ടായി. ശരിയായ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടുകൊണ്ടിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്തതാണ്. നല്ല സങ്കടമുണ്ട്. അതിനിടയ്ക്കാണെങ്കിൽ നല്ല മഴയും പെയ്യുന്നു. ചീറ്റി പണ്ടാരടങ്ങി. ഈ പെരുമഴയത്ത് കുറച്ചും കൂടെ കൂളായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ജ്യൂസ് കുടിക്കാൻ ഫിറോസിക്കാന്റെ കടയിൽ വന്ന്. അതും ക്ലോസ്ഡ് ആയിരുന്നു, ചീറ്റിപ്പോയി. പിന്നെ ഈ കടൽപ്പാലത്തിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഗ്രാഫിറ്റി റോഡ് ഉള്ളത്. നമ്മുടെ തല്ലുമാല സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറെ ആർട്ട് വർക്ക് ഒക്കെ ഉള്ള സ്ട്രീറ്റ്. ഇവിടെയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന് ക്ഷാമമില്ല, ഫോട്ടോ എടുത്തു വരാൻ ആൾക്കാർക്ക് ക്ഷാമമില്ല. അത്രയ്ക്ക് ആൾക്കാരാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ ഏരിയയിലുള്ള ചായക്കടകളിലെ കടികളുടെ പേരൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. മുട്ടമാല, കക്ക റൊട്ടി, ലൊട്ട, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. പിന്നെ ഇവിടെ വന്നാലും വൈകുന്നേരമൊക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നേരെ മിൽമയിലേക്ക് വിട്ടു. നല്ല കടികളാണ്. കല്ലുമക്കായും ചിക്കൻ കാലുമാണ് ഞാൻ ട്രൈ ചെയ്തത്. ഈ ചിക്കൻ കാലെന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ചക്കപ്പുഴുക്ക് വറുത്ത് വെച്ച പോലെയാണ് തോന്നിയത്. ഈ പരിസരത്ത് തന്നെയാണ് നമ്മുടെ പാരിസ് ഉള്ളത്. അങ്ങനെ അവിടെ പോയി അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ തലശ്ശേരി ബിരിയാണിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ട്രൈ ചെയ്തു. ഇതിന്റെ കൂടെ തേങ്ങയൊക്കെ അരച്ചൊരു ചമ്മന്തി കിട്ടും കേട്ടോ. അത് അസല് സാധനമാണ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫിറോസിക്കന്റെ അടുത്തുള്ള ജ്യൂസ് കടയിൽ പോയി ജ്യൂസും കുടിച്ച് നേരെ സ്കൂട്ടായി.